ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫോമാറ്റിക്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട കണക്കുകൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും ഒടുവിലായി ഹോണ്ട ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ പ്രാക്ടിക്കലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണാം. നമുക്കതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും, ഏതാണ് വാഹനം, എങ്ങനെയാണ് വാഹനത്തിൻ്റെ ഡിസൈൻ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അത് ഇപ്പോഴത്തെ വാഹനവുമായിട്ട് എങ്ങനെയാണ് കിടപിടിക്കുന്നുണ്ടോ, മാത്രമല്ല അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത് എന്നൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിനെ അവതരിപ്പിച്ചപ്പോൾ തന്നെ അവരുടെ ഐക്കോണിക് മോഡലായ, അല്ലെങ്കിൽ അവരുടെ പോപ്പുലർ മോഡലായ ആക്റ്റീവയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിന് പേരിട്ടിരിക്കുന്നത്. പ്രധാനമായും 2 മോഡലുകളാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയന്റിനെ ആക്റ്റീവ QC1 എന്നും ടോപ്പ് എൻഡിനെ ആക്റ്റീവ E എന്നുമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. മോഡലുകളല്ല, വേരിയന്റുകളാണ്. പേരിൽ ആക്റ്റീവ എന്നുണ്ടെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഹോണ്ട ഈ വാഹനവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിം ആയാലും ബോഡി ആയാലും എല്ലാം കുറച്ച് വ്യത്യസ്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ സിമിലാരിറ്റീസും ഉണ്ട്. നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ തന്നെ ബേസ് മോഡലായ QC1ഉം ടോപ്പ് മോഡലായ ആക്റ്റീവ E തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഒന്ന് റേഞ്ചും ഒന്ന് അതിൻ്റെ മാക്സിമം സ്പീഡുമാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ആദ്യമായി ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെയാണ് ഹോണ്ട മുൻപോട്ട് വെക്കുന്നത്. അതിൻ്റെ പ്രായോഗികതയും കാര്യങ്ങളും എത്രത്തോളമാണ്, ഇല്ലെങ്കിൽ അതിനുണ്ടാകുന്ന കോസ്റ്റ്, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതുമൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഹോണ്ട ഈ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയിരിക്കുന്നത്. അത് വിപ്ലവകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വഴിയെ പറയാം. അതിന് ഒരുപാട് മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇലക്ട്രിക് ആക്റ്റീവ QC1ഉം ആക്റ്റീവ Eയും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ആകപ്പാടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹെഡ് ബേസിൽ വന്നിരിക്കുന്ന ഈ DRL മാത്രമാണ് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന LED ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ആ ഹെഡ്ലാമ്പ് യൂണിറ്റിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോർഷൻ കാണുമ്പോൾ എയ്തറിൻ്റെ റിസ്ത എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. പക്ഷേ ഹെഡ്ലാമ്പ് യൂണിറ്റ് കഴിയുമ്പോൾ താഴത്തെ പോർഷൻ അത് വളരെ രസകരമാണ് കാണാൻ. മഡ്ഗാർഡിൻ്റെ ഒരു ലിപ്പ്, ഒരു ബ്ലാക്ക് ലിപ്പും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. QC1ലേക്ക് വരുമ്പോൾ ബ്ലാക്ക് അലോയ് വീലാണ്, കോമ്പി ബ്രേക്കാണ്, ഡിസ്ക് ബ്രേക്ക് അല്ല, നോർമൽ ബ്രേക്കാണ്. ആക്റ്റീവ Eയിൽ ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ സെയിം ആണ്, എന്നാലും ഇതിൻ്റെ ബോഡി പാർട്സ് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ആ സൈഡ് സ്റ്റാൻഡ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. QC1ൽ സൈഡ് സ്റ്റാൻഡ്, പില്ലൻ ഫുഡ് റെസ്റ്റ് അതൊക്കെ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആക്റ്റീവ Eയിലേക്ക് വരുമ്പോൾ സൈഡ് സ്റ്റാൻഡ് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഒലയുടെ സൈഡ് സ്റ്റാൻഡോ ഇല്ലെങ്കിൽ ഒരു എയ്തറിൻ്റെ സൈഡ് സ്റ്റാൻഡോ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു പില്ലിൻ്റെ ഫുഡ് റെസ്റ്റ് വന്നിരിക്കുന്നത് കറക്റ്റ് ആ ഒരു ഒലയുടെ ഫുഡ് റെസ്റ്റ് വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സൈഡ് പ്രൊഫൈൽ എൻഡിലായിട്ടാണ് ഇത് ഏത് മോഡലാണെന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണുവാൻ സാധിക്കും. 2 വാഹനങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ബാക്ക് പോർഷനിലാണ്. നല്ല വ്യത്യാസമാണ്. QC1ൻ്റെ ബാക്ക് കണ്ടപ്പോൾ ആദ്യമേ തോന്നിയത് ഹോണ്ടയുടെ തന്നെ ക്ലിക്ക് എന്ന് പറയുന്ന മോഡലും അതിന് ഏകദേശം ഇതുപോലെ തന്നെയാണ് ആ ടൈൽ ലാമ്പ് യൂണിറ്റ് വെച്ചിരിക്കുന്നത്. LED ടൈൽ ലാമ്പാണ്. നോർമൽ വാഹനത്തിൻ്റെ ഒരു ഫീല് തന്നെയാണ് വരുന്നത്. ആക്റ്റീവ Eയുടെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ വളരെ വ്യത്യാസമാണ്. സ്റ്റൈലിഷ് ആൻഡ് സ്പോർട്ടി എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 വാഹനങ്ങളിലും ഫ്രണ്ടിൽ ഒരു ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫാസ്റ്റ് ചാർജിങ് പോർട്ടാണ്. ഒരു 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പോർട്ടാണ്. ആപ്പിൾ ഇതുവരെ 25 വാട്ട് വരെ കണ്ട് കൊടുത്തിട്ടുള്ളൂ ചാർജിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവർ 40 വാട്ട് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 വേരിയന്റ് തമ്മിൽ പുറമേ നിന്നുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി, റേഞ്ച്, പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ 2 വേരിയൻസിലും എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ്. ആക്റ്റീവ E എന്ന ടോപ്പ് മോഡലിൽ മാത്രമേ ബാറ്ററി സ്വാപ്പിംഗ് പോസിബിൾ ആവുള്ളൂ. QC1 എന്ന് പറയുന്ന മോഡലിൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ബാറ്ററി ഇൻബിൽറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് QC1ൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. 26 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഓരോ വാഹനത്തിൻ്റെയും റേഞ്ച്, കാര്യങ്ങൾ, മോട്ടർ, അതിൻ്റെയൊക്കെ ഒരു പവർ കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യമേ ബേസ് വേരിയന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. മോട്ടർ വരുന്നത് 1.5 കിലോ വാട്ടിൻ്റെ BLDC മോട്ടറാണ്. അതായത് ഇത് ഒരു ഹബ് മോട്ടറാണ്, ബെൽറ്റ് ഡ്രൈവ് അല്ല, എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ മോട്ടറല്ല. പിന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 80 കിലോമീറ്ററാണ്. അതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 50 km/h മാത്രമാണ്. ലോക്കൽ യൂസിന് വേണ്ടിയിട്ടാണ് QC1 എന്ന് പറയുന്ന മോഡൽ ഇറക്കിയിട്ടുള്ളത്. 50 km/h മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്യാവശ്യം ഒരു 60-ന് മുകളിൽ, ഒരു 70-80-ലൊക്കെ പോകുമ്പോഴാണ് നമുക്കൊരു റൈഡിങ് ത്രില്ലൊക്കെ കിട്ടുന്നത്. പക്ഷേ
എൻ്റെ ഫാദർ ആക്റ്റീവ യൂസറാണ്. ഒരു 40 കിലോമീറ്റേഴ്സ് എബോവ് സ്പീഡിൽ പോകാറില്ല. അവരുടെ ആവശ്യത്തിലും ഇല്ലെങ്കിൽ അവർക്ക് കൺട്രോളിങ് ആയിട്ടുള്ളതും ആ ഒരു റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ അത് വേറൊരു സെഗ്മെൻ്റായിട്ട് തന്നെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. മാക്സിമം പ്രൈസ് ഡിപ്രീസിയേഷൻ ചെയ്ത് എന്ന് വെച്ചാൽ ഒരു ഹൈ എൻഡ് മോഡൽ കൊടുക്കാതെ ഒരു ലോ എൻഡ് മോഡൽ കൊടുക്കാം എന്നായിരിക്കാം ഹോണ്ട അതിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഒരു രീതിയിൽ നോക്കിയാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഈ മോഡൽ ഒരു ഹബ് മോട്ടർ ആയതുകൊണ്ട് തന്നെ റിയറിൽ ഡിസ്ക് ബ്രേക്ക് പകരാൻ ഒരു സാധ്യതയില്ല. അതുപോലെ തന്നെ അത് നോർമൽ ബ്രേക്കിംഗ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിലും നോർമൽ ബ്രേക്കാണ് വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനും കോംബി ബ്രേക്കിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആൻഡ് കൺട്രോൾ യൂണിറ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ പഴയ ആക്റ്റീവയെ നമുക്ക് ഓർമ്മ വരും. പഴയ ആക്റ്റീവയിൽ ഈ ഒരു രീതിയിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നുണ്ടെങ്കിൽ QC1 ഒക്ടഗൺ ഷേപ്പിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത്. 5 ഇഞ്ചിന്റെ ഒരു LCD ഡിസ്പ്ലേ ആണ്. അത് 450 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അനിമേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും അതെനിക്കൊട്ടും കൺവീനിയൻ്റ് അല്ല. അതൊരു പോരായ്മയായിട്ട് നമുക്ക് കൂട്ടേണ്ടി വരും. QC1 പ്രധാനമായും 2 മോഡുകളാണ് വരുന്നത്, എക്കോ മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്. പഴയ ആക്റ്റീവയുടെ കിൽ സ്വിച്ചിൻ്റെ പ്ലേസിലാണ് മോഡ് സെലക്ടർ വന്നിരിക്കുന്നത്. കീയും സെറ്റപ്പും കാര്യങ്ങളും ഹാൻഡിൽ ലോക്ക്, ബൂട്ട് ഓപ്പൺ, വണ്ടി സ്റ്റാർട്ട് അതെല്ലാം മുൻപത്തെ മോഡലിനെ പോലെ തന്നെ സെയിം ആക്റ്റീവയിലെ മോഡൽ തന്നെയാണ്. QC1 കുറിച്ച് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിച്ചത് ഇതിൻ്റെ ടാഗ് ലൈനാണ്, ഗോ ന്യൂ ഗോ ഫാർ. ഗോ ന്യൂ ഒരു 50% ഞാൻ ഓക്കെയാണ്. പക്ഷേ ഗോ ഫാർ എന്ന് പറയുന്നത് 80 കിലോമീറ്റർ മാത്രം റേഞ്ചുള്ള ഒരു വാഹനത്തിൽ ഗോ ഫാർ, അത് ആ ഒരു ക്യാപ്ഷനിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ആ ഗോ ഫാർ എന്നുള്ളത് എടുത്ത് മാറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. വേറെ എന്തെങ്കിലും ഐഡിയപരമായിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. IP67 റേറ്റിംഗ് ഉള്ള 1.5 കിലോവാട്ട് ബാറ്ററിയാണ് QC1 അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. 330 വാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഹോം ചാർജർ വീട്ടിലെ പ്ലഗിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ചാർജിങ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് അല്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. 0 to 80% ചാർജ് ആകാനായിട്ട് 4.5 മണിക്കൂറും 0 to 100 ചാർജ് ആകാനായിട്ട് 6.5 മണിക്കൂറുമാണ് കമ്പനി പറയുന്ന ടൈം. പറയാൻ വിട്ടുപോയൊരു കാര്യം, QC1 ഫ്രണ്ട് ടയർ 12 ഇഞ്ചും ബാക്ക് ടയർ 10 ഇഞ്ചുമാണ്. ടോപ്പ് വേരിയൻ്റായ ആക്റ്റീവ ഇയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ടാഗ് ലൈൻ തന്നെ സ്വാപ്പ് ഈസി റൈഡ് ഈസി എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ക്യാപ്ഷൻ അതിനോട് ഏറെക്കുറെ യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആക്റ്റീവ QC1 നിന്നും ആക്റ്റീവ ഇയിലേക്ക് വരുമ്പോൾ അടിമുടി മാറ്റമാണ് നമുക്ക് പ്രകടമായ വ്യത്യാസമുണ്ടാകുന്നത്. അത് കാഴ്ചയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ ഉള്ള പെർഫോമൻസ് ആയാലും മോട്ടറിൻ്റെ ടൈപ്പിലായാലും റേഞ്ചിലായാലും നല്ല വ്യത്യാസങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യം ഇതിൻ്റെ വീലും അലോയ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഫ്രണ്ടിൽ 12 ഇഞ്ച് വീൽ ഇതിനാണ് വരുന്നത്. അതിൽ ഡയമണ്ട് കട്ട് അലോയാണ് ഡിസ്ക് ബ്രേക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയറിലോട്ട് വരുമ്പോഴും 12 ഇഞ്ച് ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഡയമണ്ട് കട്ട് അലോയ് വീൽ തന്നെയാണ്. ഇതിൽ 3 മോഡുകൾ അവൈലബിൾ ആണ്, എക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്ട്. റിവേഴ്സ് മോഡ് ആക്റ്റീവ ഇയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കൂടാതെ ഇതൊരു കീലെസ് എൻട്രി വെഹിക്കിളാണ്. നോർമൽ കീ യൂസ് ചെയ്യുന്ന ഭാഗത്ത് നോബും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടർ തന്നെയാണ്. ഇതിലെ മോട്ടർ വരുന്നത് ഒരു 6 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്. അത് BLDC അല്ല, അതൊരു എക്സ്ട്രാ സെപ്പറേറ്റ് മോട്ടറായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ ഒലയിലും എയ്തറിലും കണ്ടതുപോലെ തന്നെ ഒരു ബെൽറ്റ് ഡ്രൈവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് ബെൽറ്റ് നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതൊരു മെക്കാനിക്കൽ പീസ് തന്നെ ആയിരിക്കാം. അതൊരു ഫുള്ളി കവേർഡ് കേസായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1.5 കിലോ വാട്ടിൻ്റെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള 2 ബാറ്ററിയാണ് ആക്റ്റീവ ഇയിൽ നൽകിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് സ്വാപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഡിസ്പ്ലേ തന്നെയാണ്. ഒരു 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ നാവിഗേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1000 നിറ്റ്സോട് കൂടിയ ഡിസ്പ്ലേ ആണ് ഈ മോഡലിൽ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നട്ടുച്ച വെയിലാണെങ്കിൽ പോലും ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടാവും. ഈ മോഡലിൽ ബാറ്ററി കഴിഞ്ഞിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഈ 2 മോഡലുകളും 5 കളർ ഓപ്ഷനുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പേൾ ഷാലോ ബ്ലൂ, മാറ്റ് ഫോഗി സിൽവർ മാറ്റിക്, പേൾ സെറേനിറ്റിക് ബ്ലൂ, പേൾ ഇഗ്നിയസ് ബ്ലാക്ക്, പേൾ മിസ്റ്റി വൈറ്റ്. ബേസ് മോഡലായ QC1 പ്രൈസ് ഒരു എക്സ്പെക്ടേഷണൽ പ്രൈസ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. 1.3 ലാക്ക് മുതൽ 1.45 ലാക്ക് വരെ ആകാനുള്ളതാണ് സാധ്യത. ഈ ഒരു പ്രൈസ് റേഞ്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. QC1 സംബന്ധിച്ചിടത്തോളം 1.3 ലാക്ക് തന്നെ ഓവർ പ്രൈസ്ഡ് ആണ്. 80 to 1 ലാക്ക് അതേ മാക്സിമം QC1 എനിക്ക് തോന്നുന്നുള്ളൂ.
ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തീരെ ഇല്ല. ഒരു ബേസിക് നീഡിനുള്ള വാഹനം മാത്രമാണ് QC1 എന്ന് പറയുന്നത്. അതിന് ഒരിക്കലും ഒരു 1.3 ലാക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എക്സ്ഷോറൂം പ്രൈസാണ്. ഓവർ പ്രൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടായിരിക്കും ഹോണ്ട ഈ ഒരു വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരു മലയാളികളുടെ വികാരം വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, അതൊരു ബെസ്റ്റ് ചോയ്സ് ആകാനുള്ള സാധ്യത തീരെ കുറവാണ്. 2025 ജനുവരി 1 മുതൽ ഹോണ്ട ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർ ഡീലറുമായി ബന്ധപ്പെടുക.